പല ആൾക്കാരും കണ്ടു മറക്കുന്ന മുഖങ്ങളുണ്ട്, പിന്നെയും ഓർമ്മപ്പെടുത്തും ഓരോ വർഷം തോന്നുമ്പോൾ. അതാണ് ഞാൻ പ്രേക്ഷക റൂമിലേക്ക് വെക്കുന്നത്. ഒത്തിരി സന്തോഷം കേട്ടോ. നിങ്ങളൊന്നും നമുക്കൊന്നും മറക്കാൻ കഴിയില്ല. സിനിമയിലും ഉമ്മൻചാണ്ടി ഒരുപാട് കലകൾ എന്തോരമാണ്. ഇഷ്ടമാരെ അല്ല, ഇവിടെ വന്നു കഴിയുമ്പോഴല്ലോ നിങ്ങൾ ആ പഴയ സിനിമാല ടീമിനെ സിനിമ സത്യം പറഞ്ഞു. ഞാൻ ഒരുപാട് ജോലിക്കാരനാണ്. ഇപ്പോൾ കൊച്ചിൻ നാവൽ ബേസിൽ ജോലിക്കാരനാണ്. 2007 ജോലിക്ക് കയറിയുകൊണ്ട് പരിപാടിക്കൊന്നും പങ്കെടുക്കാറില്ല. എന്നാലും ഇവിടെ വന്നപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ. നിങ്ങളെ യൂട്യൂബിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്, ഒരുപാട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു യൂട്യൂബറാണ്. സൂപ്പർ. ഇവിടെ നമ്മൾ പ്രതീക്ഷിച്ചില്ല. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എങ്ങനെ വന്നപ്പോഴാണ് ഇപ്പൊ കാണാൻ പറ്റും. ഈ സംഘടനയുടെ കൂടെ ഇനിയുള്ള യാത്ര. താങ്ക് യു. പ്രേക്ഷകർ കാണുന്നു. ഞങ്ങളുടെ ഏറ്റവും വലിയ വില ഞങ്ങളുടെ സംഘടനയാണ്. നമ്മൾ എവിടെ ചെന്നാലും എന്തെങ്കിലും അസുഖം വന്നാൽ സഹായിക്കാൻ സംഘടന മാത്രമേ ഉള്ളൂ. അത് വലിയൊരു കാര്യം തന്നെയാണ്. ഇവിടെ വന്നപ്പോൾ സത്യം പറഞ്ഞ് ഓരോരുത്തരെ കാണുമ്പോൾ വർഷങ്ങളായി, ഒരു വർഷമായിട്ട് ഇപ്പോൾ ഒരാളുകളെ പരിചയപ്പെടണം. വളരെ സന്തോഷം, ഭയങ്കര സന്തോഷം. അപ്പോൾ നമുക്ക് ഉമ്മൻചാണ്ടിയുടെ ഞാൻ പറയാം. നമുക്ക് ഈ ഉമ്മൻചാണ്ടി ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇവിടെ എത്തിയിരിക്കുവാണെന്ന്. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നപ്പോഴാണ് എൻ്റെ പഴയ സുഹൃത്തുക്കളെ കാണാൻ പറ്റിയത്. അതിൽ വളരെയേറെ സന്തോഷമുണ്ട്. അതിന് ഞാൻ ഞങ്ങളുടെ സംഘടനയ്ക്ക് എല്ലാവിധ നന്ദി നമസ്കാരം പറയുന്നു. താങ്ക് യു. അവിടുത്തെ വേറെ വരുന്നുണ്ട്, കൗണ്ടറുകൾ വരുന്നുണ്ട്. അത് വരുമല്ലോ. അങ്ങനെയാണല്ലോ ജീവിതത്തിലുള്ളത്. വരെ കൗണ്ടർ വന്നിട്ടിരിക്കും. ഉമ്മൻചാണ്ടി ആയിരുന്നല്ലോ മെയിൻ ചെയ്തോണ്ടിരുന്നത്. ഉമ്മൻചാണ്ടി സാറിന് ഈ ഇടക്കല്ലേ മുഖ്യമന്ത്രി ആയപ്പോൾ ആയിക്കും ഇന്ദ്രൻസ്, അശോകൻ, അങ്ങനെ ഒരുപാട് സ്റ്റാറൊക്കെ. അമരത്തിലെ ടീച്ചർ ഒരു ചുമ്പട് തരാമോ? കടമോട്ട് നാളെ തിരിച്ചുതരാം. ഒറ്റ കാണാം. തിരുവല്ലാപുരം തിരുവതാ തിയേറ്റേഴ്സിന്റെ പ്രഥമ നാടകമായ ഊരാക്കുടുക്കളിൽ അഭിനയിക്കുന്നതിന് വേണ്ടി ഒരു നാടകം പുട്ടിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ പോയിട്ട് പിന്നെ വരാം. ഒരുപാട് നാളെ എടുത്തിട്ട് അതാണ് സൗണ്ട്. അല്ല, ഇതൊക്കെ ഇപ്പോഴും നിങ്ങൾ പ്രാക്ടീസ് പോലും ചെയ്യാതെ അല്ലേ ഇപ്പോഴും വരുമല്ലേ? അതൊക്കെ ആലമ്പുടുണ്ട്, പഴയ ആലമ്പുട. എൻ്റെ മുന്നമ്മണിക്കുട്ടി, നിനക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങി വരാമോ? നീ പുറത്തേക്ക് ഇറങ്ങി വന്നാൽ നിനക്ക് ഞാനൊരു സാധനം തരാം. താങ്ക് യു. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്. ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ. എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.